നമസ്കാരം. കഴിഞ്ഞ ദിവസം മലപ്പുറം കോട്ടക്കലിൽ ഒരു പെട്രോൾ പമ്പിൽ അവിടെ പെട്രോൾ അടിക്കാൻ വന്ന കാറിന് പെട്ടെന്ന് തീ പിടിച്ച ഒരു ദുരന്തം നമ്മൾ എല്ലാവരും കണ്ടു. അപ്പോൾ നമ്മളെല്ലാവരും കൂടുതൽ ശ്രദ്ധിച്ചത് പെട്ടെന്ന് ടെൻഷനൊന്നും അടിക്കാതെ വളരെ സാവധാനത്തിൽ അതിലിരുന്ന കുട്ടികളെയും സ്ത്രീകളെയും ഡ്രൈവറെ ഉൾപ്പെടെ പുറത്തിറക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ധൈര്യം കാണിച്ച, മനസാന്നിധ്യം കാണിച്ച ആ 2-3 ചെറുപ്പക്കാരെയാണ്. ബീഹാർ സ്വദേശികളായ അനിൽ പൂർവിയ, ബബ്ലു, അലോക് എന്നിവരുടെ ആത്മധൈര്യവും രക്ഷാപ്രവർത്തനവുമാണ് നാടിനെ വൻ ദുരന്തത്തിൽ നിന്ന് കാത്തത്. അവരെല്ലാവരും തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളാണ്, ബീഹാർ സ്വദേശികളാണ്. ഈ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും വിചാരിച്ചു ഇവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ആദരവ് കൊടുക്കണം, ഒരു അംഗീകാരം കൊടുക്കണമെന്ന്. അപ്പോൾ ഏതായാലും ഈ 3 അന്യസംസ്ഥാന തൊഴിലാളികളെയും ഓരോ പൊന്നാട അണിയിച്ച് മലപ്പുറം ഫയർഫോഴ്സ് ആദരിച്ചിട്ടുണ്ട്. സ്റ്റേഷൻ ഓഫീസർ EK അബ്ദുൽ സലീം പൊന്നാട അണിയിച്ചു. ആ പൊന്നാട മാത്രം പോരായിരുന്നു. അവരൊക്കെ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത്, പമ്പിലൊക്കെ ജോലി ചെയ്യുന്നത് നിസാര പൈസയ്ക്കാണ്. സാമ്പത്തിക ശേഷി തീരെ ഇല്ലാത്തവരാണ്. അവർക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം കൊടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഇവിടെ 1-2 കോടികളൊക്കെയാണ് ഒരു വാഹനത്തിന് തന്നെ എഴുതിയെടുക്കുന്നത്. ഇവിടെ സാമ്പത്തികത്തിന് തീരെ പ്രശ്നമില്ലാത്ത ഒരു സംസ്ഥാനമല്ലേ. ഖജനാവിൽ കുന്നുകൂടി പണം കിടക്കുന്നു, എങ്ങനെ ചെലവഴിക്കണമെന്ന് അറിയാതിരിക്കുന്നു. ആ സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന പാവങ്ങൾക്ക് അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തി ഇത്രയും വലിയൊരു കാര്യം ചെയ്തപ്പോൾ അതിന് തക്ക ഒരു പ്രതിഫലം അവർക്ക് കൊടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. അവിടെ ഉണ്ടായിരുന്ന മലയാളികളായിട്ടുള്ള ആളുകളെല്ലാം ഓടി മാറിയിട്ടുണ്ട്. ഈ കാറിന്റെ ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരും ഓടിപ്പോയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് നമുക്ക് കുറച്ച് അറിവുണ്ടെങ്കിലും ഒരു സമയത്ത് അത് കൃത്യമായിട്ട് പ്രയോഗിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഏറ്റവും പ്രയാസവും. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഈ ലേണേഴ്സിന്റെ ക്ലാസ്സിനൊക്കെ പോകുമ്പോഴേ കൂടുതൽ എങ്ങനെ ഡ്രൈവ് ചെയ്യണം, എങ്ങനെ സേഫായിട്ട് ഡ്രൈവ് ചെയ്യാം, നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റിയൊക്കെയാണ് കൂടുതലും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ ഒരു വാഹനത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി, നമ്മുടെ സേഫ്റ്റിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു തരണം. അതിന് MVD മുൻകൈ എടുത്ത് അതിനും കൂടി വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിച്ചാൽ നന്നായിരിക്കും. അതുകൂടാതെ തന്നെ ഏതെങ്കിലും ഒരു നല്ല മെക്കാനിക്കിനോടോ വാഹനത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളോടോ ഒക്കെ ചോദിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചും അതിൽ നിന്ന് അസ്വാഭാവികമായിട്ടുള്ള ശബ്ദം ഉണ്ടാകുന്നതിനെ പറ്റിയും പുക ഉയരുന്നതിനെ പറ്റിയുമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഏത് സമയത്താണ് നമ്മൾ വണ്ടി എന്തോ ഒരു പന്തികേട് കാണിക്കുന്നു എന്ന് അറിയേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴാണ് എന്നുകൂടിയൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. പലയിടങ്ങളിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വളരെ ദാരുണമായിട്ട് വണ്ടിക്കകത്തിരുന്ന ആളുകൾ വെന്ത് മരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല വണ്ടികളും ഓട്ടോമാറ്റിക് ലോക്ക് ആകുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് വണ്ടി തീ പിടിക്കുമ്പോൾ നമുക്ക് ആ സീറ്റ് ബെൽറ്റും ഊരി വണ്ടിയൊക്കെ തുറന്ന് ഇറങ്ങാനുള്ള ഒരു താമസം വരും. അതിനോടകം തന്നെ നിമിഷ നേരം കൊണ്ട് വാഹനം കത്തിപ്പോകും. പ്രത്യേകിച്ച് ഈ പെട്രോൾ പമ്പിലൊക്കെ ആണെങ്കിൽ പറയുകയേ വേണ്ട, വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് ഈ 3 ചെറുപ്പക്കാരും അവരെ രക്ഷപ്പെടുത്തിയത്. അവർ ചെയ്ത കാര്യത്തിന്റെ വലുപ്പം എത്രയാണെന്ന് അവർക്ക് അറിയാമോ എന്ന് തന്നെ ഞാൻ സംശയിക്കുകയാണ്. വളരെ വളരെ സന്തോഷമുണ്ട്. അഭിനന്ദനങ്ങൾ. എല്ലായിടത്തും ഇതുപോലെ തന്നെ ഇപ്പോൾ ലേണേഴ്സ് ക്ലാസിന്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ പെട്രോൾ പമ്പ് ജീവനക്കാർക്കും കൂടി ഇത്തരത്തിലുള്ള ക്ലാസുകൾ അല്ലെങ്കിൽ ബോധവൽക്കരണം നടത്തണം. പെട്ടെന്ന് നമുക്കൊരു പ്രശ്നമുണ്ടായാൽ മനസാന്നിധ്യം കൈവിടാതെ എങ്ങനെ പ്രതികരിക്കാം. അവിടെ ഇതാണ്, തീ അണയ്ക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. പക്ഷെ എന്നിട്ടും 1-2 ജീവനക്കാർ അവിടെ നിന്ന് ഓടി മാറുകയാണ് ചെയ്തത്. കാരണം ഒരു വലിയ ദുരന്തം മുന്നിൽ ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്നും ഓടി രക്ഷപ്പെടാനാണ് ഒരുവിധപ്പെട്ട ആളുകൾ ശ്രമിക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് സഡനായിട്ട് പെട്ടെന്ന് ചെയ്താൽ ആ വലിയ ദുരന്തം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതെങ്ങനെ ചെയ്യണം, അതിന് മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ കൂടി ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവരുടെയും ജീവനും സുരക്ഷിതത്വത്തിനും നന്നായിരിക്കും. എനിക്ക് തോന്നിയ ഒരു ആശയമാണ്. പിന്നെ ഈ വണ്ടിയൊക്കെ കൊണ്ട് ഇറങ്ങുന്ന ആളുകൾ 2 വീലർ ആണെങ്കിലും 4 വീലർ ആണെങ്കിലും കൊണ്ട് ഇറങ്ങുമ്പോൾ എല്ലാ ദിവസവും വണ്ടി കൃത്യമായിട്ട് പരിശോധിക്കുക. വണ്ടിയിലെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്, വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്, പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ സ്മെല്ലിൽ വ്യത്യാസം വരികയാണ്, ഡീസലിൻ്റെ പെട്രോളിൻ്റെ ഒക്കെ മണം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പോലെയൊക്കെ തോന്നിയാൽ അത് കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിച്ചങ്ങ് മുന്നോട്ട് ഓടിച്ചു പോകരുത്. കുറച്ച് സമയം സൈഡിൽ ഒതുക്കി നിർത്തി വിശദമായിട്ട് പരിശോധിക്കുക. എന്തെങ്കിലും പെട്രോൾ ടാങ്കിന് വല്ല ചോർച്ചയുണ്ടോ, എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായാൽ മതി, അറിയാമല്ലോ, മൊത്തം തീരും. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്, റോഡിൽ നിരപരാധികളുണ്ട്. അപ്പോൾ കുറേ പേരുടെ ജീവൻ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മുടെ കയ്യിലാണ് എന്നുള്ള ഒരു ചിന്ത ഉത്തരവാദിത്വമുള്ള ഒരു ഡ്രൈവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ചിലപ്പോൾ വണ്ടി എടുക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ട് ആകുന്നില്ല, 2-3 തവണ ട്രൈ ചെയ്യുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ആകുന്നത്. അങ്ങനെ ഒരു ദിവസം അങ്ങനെ പ്രശ്നമുള്ള വണ്ടിയല്ല, ഒരു ട്രബിൾ ഉണ്ടാകാറില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വണ്ടിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ സംഭവിക്കുന്നു. എന്താണ് പ്രശ്നം?
അതൊന്ന് ചെന്ന് ചെക്ക് ചെയ്ത് പരിശോധിച്ച് പ്രശ്നമൊന്നുമില്ല, എന്താണ് പ്രശ്നമെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ വണ്ടി കൊണ്ട് പോകാവുള്ളൂ. എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള ശബ്ദങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. പെട്രോൾ പമ്പുകളിൽ നേരത്തെ ഫോൺ കയ്യിൽ എടുക്കുകയേ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വ്യാപകമായിട്ട് പമ്പുകളിൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കണം. പമ്പുകളിലുള്ള ശുചിമുറികളിലൊക്കെ ആ സൈഡിൽ പോയി നിന്ന് ഈ പുകവലിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. വളരെ റെയറായിട്ടാണ്, ബോധമില്ലാത്തവരാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്തുകൂടാ. പിന്നെ ആദ്യം പറഞ്ഞതുപോലെ ഇത്തരം വലിയ വലിയ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ആളുകൾക്ക് മാതൃകാപരമായിട്ടുള്ള പാരിതോഷികം കൊടുക്കുക, അവരർഹിക്കുന്ന തരത്തിലുള്ള അവരുടെ അവസ്ഥ അറിഞ്ഞുള്ള അംഗീകാരങ്ങൾ കൊടുക്കുക, പ്രതിഫലങ്ങൾ കൊടുക്കുക. അതൊരു നന്മ കൂടിയാണ്. ഇവരൊന്നും വലിയ സമ്പന്നരൊന്നും അല്ലല്ലോ. അപ്പോൾ എത്ര ജീവനാണ് രക്ഷിച്ചത്, എത്ര വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത്. അപ്പോൾ ഫയർഫോഴ്സുകാരാണെങ്കിലും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ സാമ്പത്തിക സഹായം കൂടി കൊടുക്കാൻ സാധിച്ചാൽ അത് നല്ലതായിരിക്കും. പൊതുജനങ്ങൾക്കെല്ലാം, സാധാരണക്കാർക്കുൾപ്പെടെ എല്ലാവർക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. വളരെ നല്ല കുറച്ച് പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു സംഭവം കൂടിയായിരുന്നു. എത്ര വലിയൊരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചാലും നമ്മുടെ മനസാന്നിധ്യം കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താനുള്ള ശേഷി നമുക്കുണ്ടെങ്കിൽ അതിനെയൊക്കെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. എപ്പോൾ എവിടെ വേണമെങ്കിലും ഒരു അപകടം നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മൾ എല്ലാ വിധത്തിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കണം. ഇത്തരത്തിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ജീവൻ പണയം വെച്ച് വലിയ വലിയ സംഭാവനകൾ സമൂഹത്തിൽ ചെയ്യുന്നവരെ അവരർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാനും ആദരിക്കാനും നമുക്ക് കഴിയണം.